കുട്ടൻ നമ്മൾ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് കൂടുതൽ പരാതികൾ ഇപ്പോൾ വരുന്നത്. പരാതികളുടെ ആക്കം നോക്കുമ്പോൾ പരാതിക്കാരികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ, അത് നേരിട്ട് കോഴ ആവശ്യപ്പെടുന്നു. മാത്രമല്ല അതിന് നിയമനത്തിന് DD പദവി, ഡെപ്യൂട്ടി ഡയറക്ടർ പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നു ഈ സ്ഥാനത്തിരുന്നു കൊണ്ട്. എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വ്യക്തിക്കെതിരെ ഇപ്പോഴും പരാതികളുടെ പ്രവാഹമായി വരുന്നത്? പ്രജീഷ്, ഈ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജിനെതിരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള വിചിത്രങ്ങളായ പരാതികൾ വരുന്നുണ്ട്. നമുക്കതൊന്നും പൂർണ്ണമായി ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ കോഴ ആരോപണം സംബന്ധിച്ച വാർത്തകൾ മാത്രം നാം പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ, അതായത് റിസോഴ്സ് ടീച്ചർ നിയമനത്തിന് വേണ്ടി രാജനും രാജന്റെ സഹായി ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത പീപ്പിൾ TV പുറത്തു വിട്ട ഉടൻ തന്നെ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പലർക്കും പല രീതിയിലുള്ള പരാതികളായിരുന്നു. കോഴ വാങ്ങിയ ആ പരാതികൾ ഒരു ഭാഗത്ത്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ പോലും ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം നടത്തി പീഡിപ്പിക്കുന്ന ആ കഥ ഒരു ഭാഗത്ത്. അത്തരത്തിൽ നിരവധിയായ പരാതികളായിരുന്നു രാജിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത 2 ബൈറ്റുകൾ അത് കേട്ടാൽ തന്നെ വ്യക്തമാണ്. അതിൽ ഒരാളുടെ, ശിവൻകുട്ടി നായർ എന്ന് പറയുന്ന ആളുടെ മകൻ ഈ ഭിന്നശേഷിക്കാരനാണ്. ആ കുട്ടിയെ പരിചരിക്കുന്നതിന് വേണ്ടി അവിടെ അതേ സ്കൂളിൽ തന്നെ ആ കുട്ടികളുടെ, അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അമ്മമാരെ ആയമാരായി നിയമിക്കാം എന്നുള്ള ഒരു ചട്ടമുണ്ട്. അത് പ്രകാരമാണ് ശിവൻകുട്ടി നായരുടെ ഭാര്യയെ ആയായി നിയമിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ രാജൻ നേരിട്ട് തന്നെ ശിവൻകുട്ടി നായരോട് ആവശ്യപ്പെട്ടെന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. അതേസമയം നമ്മൾ രണ്ടാമത് പുറത്തുവിട്ട KP മേരി എന്ന് പറയുന്ന ടീച്ചറുടെ കഥ വ്യത്യസ്തമാണ്. അവർ ജോലിക്ക് കയറി, അതിനുശേഷം അവരുടെ കുട്ടിയും ഭിന്നശേഷിക്കാരിയാണ്, അസുഖമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേരിക്ക് തിരുവനന്തപുരത്ത് തന്നെ ജോലി കിട്ടിയാലാണ് അവർക്ക് സുഖകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്നാൽ അവരെ തിരുവനന്തപുരത്ത് ഒഴിവുണ്ടായിട്ട് പോലും എറണാകുളം, കോട്ടയം ജില്ലകളിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് രാജനെടുത്തത്. അതിലൊടുവിൽ കോട്ടയത്തേക്കാണ് മേരിയെ മാറ്റിയത്. കോട്ടയത്തിന് ഉൾനാട്ടിൽ വളരെ ദുരിതമായിരുന്നു അവരുടെ ജീവിതം. ആ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ അടിയന്തരമായി എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ DD രാജന്റെ ഭാര്യ വിളിച്ചു എന്ന പരാതി മേരി ഉന്നയിക്കുന്നത്. ഇതെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇദ്ദേഹം നടത്തിയ, DD രാജൻ നടത്തിയ പല ക്രമക്കേടുകളെ കുറിച്ച് നമുക്ക് വാർത്തകൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. വളരെ ഗൗരവതരമായ പരാതികളാണിത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്തും വളരെ വ്യാപകമായ രീതിയിൽ രാജനെതിരെ പരാതികളുണ്ടായിരുന്നു. വിവിധ കോണുകളിൽ നിന്നും റിസോഴ്സ് ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് പരാതികളുണ്ടായിരുന്നു, കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പരാതികളുണ്ടായിരുന്നു. അത്തരത്തിൽ വ്യാപകമായ പരാതികൾ രാജനെതിരെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ നേരിട്ട് പരാതി ലഭിച്ചിട്ടും ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത്. നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ദ്രുതഗതിയിലുള്ള പ്രാഥമിക അന്വേഷണം നടത്തി രാജനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ വളരെ സമഗ്രമായ അന്വേഷണം നടത്തി ഈ അഡീഷണൽ DPIക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. അവർക്ക് 10 ദിവസത്തിനകം അവർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DPIയും വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന മുഴുവൻ പരാതികളും ഈ അന്വേഷണ പരിധിയിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് പൊതുവിലുയരുന്ന ആവശ്യം. പ്രജീഷ്, കുട്ടൻ, ഈ കൂടുതൽ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ എന്തായാലും അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമോ? ഏത് രീതിയിലുള്ള ഇടപെടലാണ്? സമഗ്രമായ അന്വേഷണം വേണം. കാരണം ഭാര്യയുടെ ഇടപെടൽ ഉണ്ട്, നേരിട്ട് കോഴ ആവശ്യപ്പെടുന്നു, പണം പല രീതിയിൽ ഭീഷണി പോലും പെടുത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അന്വേഷണം ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മേഖലകളിലേക്ക് വ്യാപിക്കണം? ഈ അർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒക്കെ തന്നെ അടിയന്തര ഇടപെടൽ ഏത് രീതിയിലാണ് ഉണ്ടാകേണ്ടത്? പ്രജീഷ്, ഇദ്ദേഹം കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഇതേ ചുമതലയിൽ നിൽക്കുകയാണ്. ഈ IED സെൽ ഡയറക്ടർ എന്ന രീതിയിലുള്ള തസ്തികയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോയിൻ ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ രാജൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം അക്കാദമിക് പരമായും ഇതൊക്കെ, ഈ വകുപ്പ് എന്ന് പറഞ്ഞ ഈ പ്രത്യേക സെക്ഷൻ എന്ന് പറയുന്നത് നിരവധി ഫണ്ടുകൾ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സ്കൂളിന്റെ വികസനത്തിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ ലഭിക്കുന്ന ആ ഒരു വകുപ്പാണ്, ഒരു മേഖലയാണിത്.
അതുകൊണ്ട് ഈ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് രാജന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണം. അതുപോലെ അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ് പരിശോധിക്കണം. ഈ കഴിഞ്ഞ 10-12 വർഷമായി അദ്ദേഹം ചുമതലയിരുന്ന കാലത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾ, ഈ സാമ്പത്തിക ഇടപാടുകൾ, ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാർ തന്നെ നാണക്കേടാവുന്ന രീതിയിലുള്ള പല തട്ടിപ്പുകളും രാജൻ ഇനിയും നടത്തും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തണം. ഈ അധ്യാപികമാർ ഉന്നയിച്ചതും അതുപോലെ ഈ രക്ഷിതാക്കൾ ഉന്നയിച്ചതുമായ പരാതികൾ സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണത്തിന് പുറമെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയെ വെച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് ഇവർ പോകേണ്ടതുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു സമഗ്രമായ പരിശോധനയും ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രജീഷ്, ഇപ്പോൾ KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഹരി, റിസോഴ്സ് ടീച്ചർ നിയമനത്തിൻ്റെ വളരെ ഉള്ളറയിലേക്ക് പോകുമ്പോൾ, കാരണം നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത് പുറമേയുള്ള ചില ആരോപണങ്ങൾ സംബന്ധിച്ചൊക്കെയാണ്. ഓരോ ദിനം കഴിയും തോറും ഈ പറയുന്ന രാജൻ നടത്തിയ ഇടപെടലുകളുടെ വ്യാപ്തി കൂടുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ്, പരാതികളാണ് ഇപ്പോൾ പീപ്പിൾ TVയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഓരോരുത്തരായി വന്ന് പറയുന്നത്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത്? ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? എങ്ങനെയുള്ള ഒരു അന്വേഷണം നടപടിയാണ് വേണ്ടത്? ഇദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി മിനിഞ്ഞാന്ന് ദിവസം കൈരളി പീപ്പിൾ പുറത്തുവിട്ടതിന് ശേഷം എന്റെ കയ്യിലും ഒരുപാട് ഇതുപോലെ റിസോഴ്സ് ടീച്ചർമാർ വന്നിട്ട് പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള റിസോഴ്സ് ടീച്ചർ നിയമനത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വട്ടത്തിൽപ്പെടുന്ന ആളുകൾക്കും വലിയ തോതിൽ കാശ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനം നടത്തിയിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന പല ആളുകളും സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഇതിന്റെ അന്വേഷണം ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ മാത്രം ഒതുങ്ങിയാൽ ഈ വിഷയങ്ങൾ പൂർണ്ണമായും ലഭിക്കില്ല. അദ്ദേഹത്തിന്റെ ആവശ്യമായ ഒരു വിജിലൻസ് അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണ തോതിൽ ഇദ്ദേഹത്തിന്റെ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതി പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് സംബന്ധിച്ച് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മൾ DPAയും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സെക്രട്ടറിയെയും കാണുന്നതിന് വേണ്ടി ഉൾപ്പെടെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ ഹരികൃഷ്ണൻ, കാരണം ഈ കാട്ടുകൊള്ളയുടെ ഇടപാടുകാർ ഈ രാജൻ മാത്രമാണോ? കാരണം രാജന്റെ ഭാര്യ പോലും ഈ അധ്യാപികമാരെ പോലും, കാരണം വളരെ തുച്ഛമായി മാത്രം ശമ്പളം ലഭിക്കുന്ന അധ്യാപികയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഫോണിലൂടെ. ആ രീതിയിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ രാജൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമാണോ ഇത് ഒതുങ്ങേണ്ടത്? അതോ ഒരു വലിയൊരു ടീം, ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ അന്വേഷണം അവരിലേക്കൊക്കെ പോകേണ്ടതില്ലേ? തീർച്ചയായും ഇതിൽ അദ്ദേഹത്തിന് മാത്രമായി ഇത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തിട്ടുള്ള ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോടൊപ്പം നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഉള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഒരു വൃന്ദം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ കേവലമായി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം കൊണ്ട് മാത്രം ഇതിന് പൂർണ്ണത വരുത്താൻ കഴിയില്ല. നിർബന്ധമായും ഇതൊരു വ്യാപകമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഒരു വിജിലൻസ് എന്ന രീതിയിൽ ഇത് ഏറ്റെടുക്കുകയും അതിന്റെ സമഗ്രമായ അന്വേഷണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അന്വേഷിക്കുന്ന തരത്തിലേക്ക് വേണം. ഇദ്ദേഹം കേവലം കാശ് മാത്രമല്ല മറ്റു പലതും ആവശ്യപ്പെടുന്നതായി, സ്വർണം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതായുള്ള വിവരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ് മാത്രമല്ല, സ്വർണം കൊടുക്കുക, മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ അധ്യാപികമാരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ലീവ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അദ്ദേഹത്തിന് പിരിച്ചുവിടുമെന്നുള്ള ഭീഷണികൾ, ഈ രീതിയിൽ വ്യാപകമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപികമാരെ കാലാകാലമായി ഭീഷണിപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, കുട്ടികളുടെ IID കുട്ടികളുടെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു സ്ഥാപനം മലപ്പുറം ബേസ്ഡ് ആയിട്ട് ഉണ്ട് എന്നുള്ള വിവരവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷത്തെ SSAയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ IID ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന കഴിഞ്ഞകാല ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ
ഇദ്ദേഹത്തിന്റെ ഈ റാക്കറ്റിനകത്തുണ്ട് എന്നാണ്. യെസ്, അതായത് ശ്രീ ഹരികൃഷ്ണൻ മുൻപും പരാതികളൊക്കെ ലഭിച്ചിട്ടും അതൊന്നും പരിഗണിക്കപ്പെടാതെ ഇത്രയും നാൾ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കൊള്ള തുടർന്നു എങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ കൈകളുണ്ട്, വലിയ ഇടപെടൽ, ഒരു പക്ഷേ രാഷ്ട്രീയമായി തന്നെയുള്ള സപ്പോർട്ടുകൾ ഇദ്ദേഹത്തിനുണ്ട്. ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഈ അവരിലേക്കൊക്കെ അന്വേഷണം നടന്നാൽ വൻ കൊള്ളയുടെ ഒരു പക്ഷേ യഥാർത്ഥ വസ്തുതകളായിരിക്കുമോ പുറത്തേക്ക് വരിക? അതെ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് DPI ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് കിട്ടിയ വിവരം. ആരൊക്കെ എന്നുള്ളത് ഇപ്പൊ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല, കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് വെളിപ്പെടേണ്ടതിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥന്മാരുടെ, ഈ ടീച്ചർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കോടികളുടെ അഴിമതികളാണ് ഈ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകിയിരുന്നു. ഈ കാലയളവിലൊന്നും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തിന് മുമ്പായുള്ള ഗവൺമെന്റ് കാലത്ത് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഈ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു വൈകല്യമുള്ള ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്നൊക്കെ പരിഗണന ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ മേഖലയിലും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുകയല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിയിരുന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം കേവലം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് മാറി ഒരു വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ മേഖലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ആകെ വെളിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസ സെക്രട്ടറിയും മന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സംഘടനാപരമായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. യെസ്, വളരെ നന്ദി ശ്രീ ഹരികൃഷ്ണൻ. IED സെൽ DD രാജനെതിരെ കൂടുതൽ പരാതികളാണ്, കാട്ടുകൊള്ളയുടെ പരാതികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.